എല്ലാവർക്കും നമസ്കാരം. ഗ്രേഡ് 9 SST ഫസ്റ്റിലെ ചാപ്റ്റർ 4ൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മാൻസബ്ദാരി സിസ്റ്റം, മാൻസബ്ദാരി സമ്പ്രദായം. The base of Mughal administration was a strong military system. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ശക്തമായ സൈനിക സംവിധാനമാണ്. സ്ട്രോങ് മിലിറ്ററി സിസ്റ്റമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദി മിലിറ്ററി സ്ട്രെങ്ത്, ദ എംപറേഴ്സ് നീഡഡ് ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ഒഫീഷ്യൽസ് ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി എംപയർ. അപ്പോൾ ഇത് കൂടാതെ, ഈ ശക്തമായ സൈനിക സംവിധാനം കൂടാതെ, ഇൻസ്റ്റെഡ് ഓഫ് ദി മിലിറ്ററി സ്ട്രെങ്ത്, ചക്രവർത്തിമാർക്ക് എന്തും ആവശ്യമായിരുന്നു. ദ എംപറേഴ്സ് നീഡഡ് ദ സപ്പോർട്ട് ഓഫ് ദി നോബിൾസ് ആൻഡ് ഒഫീഷ്യൽസ്. പ്രഭുക്കന്മാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടി? ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ എംപയർ, അല്ലേ? ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ സാമ്രാജ്യം വിപുലമാക്കി മാറ്റുന്നതിന് വേണ്ടിയും. ഫോർ ദിസ്, ഇതിനു വേണ്ടിയിട്ട് അക്ബർ അഡോപ്റ്റഡ് ദ മാൻസബ്ദാരി സിസ്റ്റം. ഇതിനു വേണ്ടിയിട്ടാണ് അക്ബർ എന്ത് നടപ്പിലാക്കിയത്? മാൻസബ്ദാരി സിസ്റ്റം നടപ്പിലാക്കിയത്. The term Mansab denotes the rank or position of military officer. തന്നല്ലോ. അപ്പോൾ ഈ മാൻസബ് എന്ന് പറയുന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? ദ റാങ്ക്, പദവി അല്ലെങ്കിൽ സ്ഥാനം. ആരുടെയാണ്? മുഗൾ മിലിറ്ററി ഓഫീസർ. അപ്പോൾ മുഗൾ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിയാണ് അല്ലെങ്കിൽ ആ സ്ഥാനമാണ് എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഏത് പദം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? മാൻസബ് എന്ന പദം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ദോസ് ഹൂ ഹെൽഡ് ദിസ് പൊസിഷൻ വെർ കാൾഡ് മാൻസബ്ദാർസ്. അപ്പോൾ ഈ പദവി വഹിക്കുന്ന വ്യക്തികളെയാണ് എന്തെന്ന് വിളിച്ചിരുന്നത്? മാൻസബ്ദാർ എന്ന പേരിൽ വിളിച്ചിരുന്നത്. The position of the officers, their salary and military responsibilities were categorically determined through the മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ ഈ മാൻസബ്ദാരി സമ്പ്രദായത്തിലൂടെ എന്താണ്? ഉദ്യോഗസ്ഥരുടെ പദവികൾ, പൊസിഷൻ ഓഫ് ദി ഓഫീസേഴ്സ്, അതുപോലെ തന്നെ സാലറി ഓഫ് ദെയർ ഓഫീസേഴ്സ്, അല്ലേ? ഉദ്യോഗസ്ഥരുടെ ശമ്പളം, അതുപോലെ തന്നെ ആൻഡ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ്, സൈനിക ഉത്തരവാദിത്വങ്ങളെല്ലാം ഏതിലൂടെയാണ് തീരുമാനിച്ചിരുന്നത്, തരംതിരിച്ചിരുന്നത്? ഈ മാൻസബ്ദാരി സിസ്റ്റത്തിലൂടെയായിരുന്നു കാറ്റഗറീസ് ചെയ്തിരുന്നത്. ദ റാങ്ക് ഓഫ് എ മാൻസബ്ദാർ വാസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് ഹോഴ്സസ് ആൻഡ് കവൽറി മെൻ ഹി മെയിൻറ്റൈൻഡ്. അപ്പോൾ മാൻസബ്ദാറിൻ്റെ പദവി നിശ്ചയിച്ചിരുന്നത് അല്ലെങ്കിൽ റാങ്ക് ഫിക്സ് ചെയ്തിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡിറ്റർമൈൻ ചെയ്തിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്പർ ഓഫ് ഹോഴ്സസ്, എത്ര കുതിരകളാണ് അയാളുടെ കൈവശം ഉണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര കുതിരപ്പടയാളികൾ, കവൽറി മെൻ, കുതിരപ്പടയാളികൾ അയാൾ എത്രത്തോളമാണ് നിലനിർത്തുന്നത്, എത്ര എണ്ണമാണ് നിലനിർത്തുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പദവി അല്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ റാങ്ക് ഫിക്സ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. There were more than 30 ranks in the army of Akbar, ranging from മാൻസബ്ദാർ ഓഫ് 10 horses to 10,000 horses. അപ്പോൾ അക്ബറുടെ സൈന്യത്തിൽ 30ഓളം അല്ലെങ്കിൽ 30ൽ കൂടുതൽ എന്തുണ്ടായിരുന്നു? പദവികളുണ്ടായിരുന്നു. ആരുടെയാണ്? മാൻസബ്ദാർസിൻ്റെ, അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാൻസബ്ദാർസിൻ്റെ 30ഓളം അല്ലെങ്കിൽ 30ൽ കൂടുതൽ പദവികൾ ഉണ്ടായിരുന്നത്? അവർ കൈവശം വെച്ചിരിക്കുന്ന ഹോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ. ദാറ്റ് മീൻസ് എത്രയാണ്? 10,000 ഹോഴ്സ് മുതൽ
10 ഹോഴ്സ് മുതൽ 10,000 ഹോഴ്സസ് വരെ കൈവശം വച്ചിരിക്കുന്ന ആൾക്കാരുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, 30ഓളം റാങ്കുകളും അക്ബറിൻ്റെ ആർമിയിൽ, അല്ലെങ്കിൽ 30ഓളം പദവികൾ മാൻസബ്ദാർസ് ആരുടെ സൈന്യത്തിലുണ്ടായിരുന്നു? അക്ബറിൻ്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഈച്ച് മാൻസബ് ഹാഡ്, അപ്പോൾ ഓരോ മാൻസബിനും ഹാഡ് 2 സബ് ഡിവിഷൻസ് കാൾഡ് സത്ത് ആൻഡ് സവർ. അപ്പോൾ ഓരോ മാൻസബിനും വീണ്ടും എന്തുണ്ടായിരുന്നു? സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. ഏതെല്ലാമായിരുന്നു അത്? ഏത് പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്? സത്ത് എന്ന പേരിലും അതുപോലെ തന്നെ സവർ എന്ന പേരിലുമാണ്. ദ വേർഡ് സത്ത് മീൻസ് ഇൻഡിവിജ്വൽ. അപ്പോൾ സത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്നാണ്. ഇറ്റ് ഫിക്സസ് ദ റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദ ആർമി, വൈൽ സവർ refers to the number of horses of മാൻസബ്ദാർ had to maintain. അപ്പോൾ ഈ പദവികൾ സത്തും അതുപോലെ തന്നെ സവറും അല്ലേ, അതായിരുന്നു എന്ത് നിശ്ചയിച്ചിരുന്നത്, ഫിക്സ് ചെയ്തിരുന്നത്? റാങ്ക് ആൻഡ് സാലറി ഓഫ് എ പേഴ്സൺ ഇൻ ദി ആർമി. അപ്പോൾ ഒരു സൈന്യത്തിൽ ആ വ്യക്തികളുടെ ശമ്പളം അതുപോലെ തന്നെ പദവി എന്നിവ നിശ്ചയിച്ചിരുന്നത് ഇതാണ്. അതേസമയം വൈൽ സവർ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഫോഴ്സസ് എ മാൻസബ്ദാർ ഹാഡ് ടു മെയിൻറ്റെയിൻ. അപ്പോൾ സത്ത് എന്ന് പറയുന്നത് റാങ്ക് അല്ലെങ്കിൽ സാലറി അല്ലേ, അത് ഫിക്സ് ചെയ്തിരുന്നു സൈന്യത്തിൽ അല്ലെങ്കിൽ ആർമിയിൽ. അതുപോലെ തന്നെ സവർ മീൻ ചെയ്തത് അല്ലെങ്കിൽ റെഫർ ചെയ്തത് എത്രത്തോളം കുതിരകളാണ് അല്ലെങ്കിൽ ഹോഴ്സാണ്, അല്ലെങ്കിൽ എത്ര നമ്പർ ഹോഴ്സാണ് ഒരു മാൻസബ്ദാർ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത്. അതാണ് ഏതുകൊണ്ട് മീൻ ചെയ്തിരുന്നത്? സവർ എന്ന പദവി കൊണ്ട് അല്ലെങ്കിൽ ആ ഡിവിഷൻ കൊണ്ട് മീൻ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് എന്തിനു വേണ്ടിയിട്ടാണത് ആവിഷ്കരിച്ചത്? സ്ട്രെങ്തൻ ദി അതോറിറ്റി ഓഫ് ദ എംപറർ അല്ലേ. അപ്പോൾ ആരുടെ? ചക്രവർത്തിയുടെ അധികാരം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചതാണ്. അതിനെക്കുറിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സമർത്ഥിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ജാഗിർദാരി സിസ്റ്റം, ജാഗിർദാരി സമ്പ്രദായം. എന്താണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്? Jagardari system was another reform introduced by the Mughal emperors to make the administration more effective. അപ്പോൾ ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത് മറ്റൊരു പരിഷ്കാരമായിരുന്നു, മറ്റൊരു റിഫോമായിരുന്നു. ആര് ആവിഷ്കരിച്ചത്, ആര് നടപ്പിൽ വരിച്ചത്, ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മുഗൾ എംപറേഴ്സ് അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാർ. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ദ അഡ്മിനിസ്ട്രേഷൻ മോർ എഫക്റ്റീവ് അല്ലേ. ഭരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് മുഗൾ എംപറേഴ്സ് ആവിഷ്കരിച്ച് അല്ലെങ്കിൽ നടപ്പിലാക്കിയ മറ്റൊരു പരിഷ്കാരം അല്ലെങ്കിൽ റിഫോമാണ് എന്ന് പറയുന്നത് ജാഗിർദാരി സിസ്റ്റം അല്ലെങ്കിൽ ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ദ ജാഗിർദാരി സിസ്റ്റം വാസ് എ ഹയർ ഫോം ഓഫ് ദ ഇക്ത സിസ്റ്റം ഓഫ് ദ സുൽത്തനേറ്റ് പീരീഡ്. അപ്പോൾ സുൽത്തനേറ്റ് കാലഘട്ടത്തിൽ നിന്നുണ്ടായിരുന്നു ഇക്ത എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉയർന്ന രൂപം അല്ലെങ്കിൽ ഹയർ ഫോമായിരുന്നു എന്ന് പറയുന്നത് ദ ജാഗിർദാരി സിസ്റ്റം അല്ലെങ്കിൽ ജാഗിർദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ സിസ്റ്റം വിച്ച് ഗ്രാൻഡഡ് ലാൻഡ് ഇൻ ലിയു സാലറി ടു മാൻസബ്ദാർസ്. അപ്പോൾ ഇൻ ലിയു ആയിട്ട്, പകരമായിട്ട്, എന്തിന് പകരമായിട്ട്? സാലറിക്ക് ഇൻ ലിയു ആയിട്ട്, സാലറിക്ക് പകരമായിട്ട് തന്നല്ലോ മൻസബ്ദാർസിന് എന്ത് അനുവദിച്ചു കൊടുക്കുന്നു, എന്ത് ഗ്രാൻറ്റ് ചെയ്യുന്നു? ലാൻഡ് അല്ലെങ്കിൽ ഭൂമി അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു എന്ന് പറയുന്നത് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ദ ലാൻഡ് ദസ് ഗ്രാൻഡഡ് വാസ് നോൺ ആസ് ജാഗീർ. ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പതിച്ചു കൊടുക്കുന്ന ഭൂമിയെ വിളിച്ചിരുന്ന പേരാണ് അല്ലെങ്കിൽ ലാൻഡിനെ വിളിച്ചിരുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ജാഗിർ എന്ന് പറയുന്നത്. ദ ഓഫീസേഴ്സ് വെയർ പ്രൊവൈഡഡ് പൊസഷൻ റൈറ്റ് ഓഫ് ദ ജാഗിർ ലാൻഡ് ഓൺലി.
ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഓഫീസേഴ്സിന് എന്ത് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ? ആ ജാഗിർ ലാൻഡിൻ്റെ അല്ലെങ്കിൽ ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം അല്ലെങ്കിൽ പൊസഷൻ റൈറ്റ്, കൈവശാവകാശം മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ? ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ച് നൽകിയിരുന്നുള്ളൂ. സച്ച് ഓഫീസേഴ്സ് വെയർ നോൺ ആസ്, ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്ന പേരാണ് ജാഗിർദാർസ്. ജാഗിർദാർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ആസ് ഇൻ ദ ഇക്ത സിസ്റ്റം, ഇക്ത സമ്പ്രദായം അനുസരിച്ച് ദ ജാഗീർദാർസ് നെവർ ലീവ്ഡ് ഇൻ ഓർ റൂൾഡ് ഓവർ ദ ലാൻഡ് ദേ റിസീവ്ഡ്. ജാഗീർദാർസ് ഒരിക്കലും എന്ത് ചെയ്യരുത്? അവർക്ക് ലഭിക്കുന്ന ഭൂമിയിൽ താമസിക്കാനോ അല്ല എങ്കിൽ അവർക്ക് ലഭിച്ച ഭൂമിയിൽ ഭരണം നടത്താനോ അവകാശം ഉണ്ടായിരുന്നില്ല. ദ പൊസഷൻ ഓഫ് ജാഗീർദാർ വാസ് നോട്ട് ഹെറിഡിറ്ററി. അതിലുപരി ആ അല്ലെങ്കിൽ ആ ഒരു പദവി എന്ന് പറയുന്നത്, ജാഗീർദാറിൻ്റെ പദവി അല്ലെങ്കിൽ പൊസഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നില്ല? നോട്ട് ഹെറിഡിറ്ററി അല്ലെങ്കിൽ പരമ്പരാഗതം ആയിരുന്നില്ല. ദേ വെയർ ട്രാൻസ്ഫേർഡ് ബൈ ദ കിങ്. ഈ ജാഗീർദാർസിനെ എന്ത് ചെയ്തിരുന്നു? രാജാവ് ട്രാൻസ്ഫർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുന്നു, അല്ലെങ്കിൽ സ്ഥലം മാറ്റം നടത്തിയിരുന്നു. their only authority over the ascribed land was the utilization of the revenue collection of this area. അപ്പോൾ അവരുടെ ഒരേ ഒരു അധികാരം എന്ന് പറയുന്നത് ഏതിൽ? ഈ അസ്ക്രൈബ്ഡ് ലാൻഡിൽ അല്ലെങ്കിൽ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ഭൂമിയിൽ, ദാറ്റ് മീൻസ് പതിച്ച് നൽകിയിരിക്കുന്ന ഭൂമിയിൽ, അസ്ക്രൈബ്ഡ് ലാൻഡിൽ അവരുടെ ഒരേ ഒരു അധികാരമെന്ന് പറയുന്നത് എന്തായിരുന്നു? വാസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദി റവന്യൂ കളക്ഷൻ ഓഫ് ദിസ് ഏരിയ. ആ മേഖലയിൽ നിന്ന് ശേഖരിക്കുന്ന വരുമാനം എന്ത് ചെയ്യുക? അവിടെ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുക. അതായിരുന്നു അവരുടെ എന്തെന്ന് പറയുന്നത് ഒരേ ഒരു അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മറ്റൊരു ക്വസ്റ്റ്യനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് അല്ലേ? ആരുടെ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്? സാമ്യവും അതുപോലെ തന്നെ സാമ്യ വ്യത്യാസങ്ങളും ഇതൊക്കെയാണ് ബിറ്റ്വീൻ ദ ഇക്ത സിസ്റ്റം ഓഫ് ദ സുൽത്തനേറ്റ് പീരീഡ് ആൻഡ് ജാഗീർദാർ സിസ്റ്റം ആൻഡ് ദ മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ ജാഗീർദാരി സമ്പ്രദായത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ സുൽത്തനേറ്റ് പീരീഡിലെ ഇക്ത സമ്പ്രദായത്തിൻ്റെയും സാമ്യതകളും അതുപോലെ തന്നെ വ്യത്യാസങ്ങളും എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാനായിട്ടാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ചോള അഡ്മിനിസ്ട്രേഷനാണ്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. അവിടെ ഒരു ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നേവൽ പവർ, നാവിക ശക്തി. ദ ചോള കിങ്സ് ഓർഗനൈസ്ഡ് എ വെരി സ്ട്രോങ് ആർമി. അപ്പോൾ ഈ ചോള രാജാക്കന്മാർ അല്ലേ എന്ത് സംഘടിപ്പിച്ചിരുന്നു? വളരെ സുശക്തമായ സൈന്യം. ആരുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു? ഈ ചോള രാജാക്കന്മാരുടെ ഒരു മുതൽക്കൂട്ടായിരുന്നു. ദ ചോളാസ് വെയർ ദ ഗ്രേറ്റസ്റ്റ് നേവൽ പവർ ഓഫ് ദാറ്റ് പീരീഡ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ നേവൽ പവർ അല്ലെങ്കിൽ നാവിക ശക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ ചോള രാജാക്കന്മാർ. ദ ബേ ഓഫ് ബംഗാൾ വാസ് നോൺ ആസ് ദ ലേക്ക് ഓഫ് ദി ചോളാസ്. ബംഗാൾ ഉൾക്കടൽ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചോളന്മാരുടെ തടാകം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദ ചോളാസ് എക്സ്റ്റെൻഡഡ് ദെയർ എംപയർ അപ് ടു മലേഷ്യ, ഇന്തോനേഷ്യ, സിലോൺ എക്സെട്ര. അപ്പോൾ ഈ ചോളന്മാർ അവരുടെ സാമ്രാജ്യം എംപയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ വ്യാപിപ്പിച്ചിരുന്നു. ഏതുവരെ? മലേഷ്യയിലും ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ശ്രീലങ്ക വരെ, സിലോൺ അല്ലെങ്കിൽ ശ്രീലങ്ക വരെ അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ചിരുന്നു. ദ മേജർ റീസൺ ഫോർ ദിസ് വാസ്, ഇതിനുള്ള മുഖ്യ കാരണം, അവരുടെ സാമ്രാജ്യം ഇത്രത്തോളം വ്യാപിപ്പിക്കുന്നതിനുള്ള മുഖ്യ കാരണമെന്ന് പറയുന്നത് എന്തായിരുന്നു? വാസ് ദെയർ നേവൽ സുപ്രിമസി. അവരുടെ നാവിക മേധാവിത്വം അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ അവരുടെ മേധാവിത്വം ആയിരുന്നു അവരുടെ ഈ എംപയർ ഇത്രത്തോളം വ്യാപിക്കുന്നതിന് കാരണമായിരുന്നത്.
അങ്ങനെയാണെങ്കിൽ ചോള അഡ്മിനിസ്ട്രേഷനിൽ ദ ചോളാസ് വെയർ ദ predominant political power of South India between the 9th and 14th century CE. അപ്പോൾ CE 14th അതുപോലെ തന്നെ 9th, ഫ്രം 9th to 14th CEയിൽ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്ടിൽ എന്താണ് പ്രിഡോമിനൻ്റ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ ആധിപത്യ ശക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ചോളാസ് എന്ന് പറയുന്നത്. The country was ruled by a central government which included the king as the sovereign authority, ministers as advisors and the officers. അപ്പോൾ ഈ ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് ഭരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? എ സെൻട്രൽ ഗവൺമെൻറ്, ഒരു കേന്ദ്ര ഭരണകൂടമായിരുന്നു. അതിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിരുന്നു? വിച്ച് ഇൻക്ലൂഡഡ്, അല്ലേ? അതിലെന്തെല്ലാം ഇൻക്ലൂഡായിരുന്നു? കിങ് ആസ് ദ സോവറിൻ അതോറിറ്റി, രാജാവ് എന്തായിരുന്നു? പരമാധികാരിയായിരുന്നു. പിന്നെ കൂടെ ആരുണ്ട്? മിനിസ്റ്റേഴ്സ് ആസ് അഡ്വൈസേഴ്സ്, അല്ലേ? മന്ത്രിമാർ ഉപദേശകരായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? അതിൻ്റെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ദേ ഫോളോവ്ഡ് ദ പാട്രിലിനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് തന്നല്ലോ. അപ്പോൾ അവർ പിന്തുടർന്നിരുന്നത്, ഫോളോ ചെയ്തിരുന്നത് എന്തായിരുന്നു? പാട്രിലിനിയൽ സിസ്റ്റം അല്ലെങ്കിൽ മക്കത്തായ സമ്പ്രദായം തന്നല്ലോ. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് തന്നെ എന്താണ് അധികാരം കൈമാറുന്ന രീതി, അതായിരുന്നു പാട്രിലിനിയൽ സിസ്റ്റം അല്ലെങ്കിൽ മക്കത്തായ സമ്പ്രദായം, അല്ലേ? ഓഫ് ഇൻഹെറിറ്റൻസ് തന്നല്ലോ. പിന്തുടർച്ച രീതിയിലുള്ള ആ ഒരു സമ്പ്രദായമാണ് എന്ത് ചെയ്യുന്നവർ തുടർന്ന് വന്നിരുന്നത്. The Chola administration was regulated through royal decrees. അപ്പോൾ ചോള ഭരണമെന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നടപ്പിൽ വരുത്തിയിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? റോയൽ ഡിക്രീസിൻ്റെ അല്ലെങ്കിൽ രാജശാസനകളുടെ അടിസ്ഥാനത്തിൽ, രാജകൽപ്പനകളുടെ അല്ലെങ്കിൽ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ദ ഓർഡേഴ്സ്, ഇപ്പോൾ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർഡറുകളാണ്. ദ ഓർഡേഴ്സ് ഓഫ് ദി കിങ് വെയർ സർക്കുലേറ്റഡ് ടു അതർ ഓഫീസേഴ്സ് ബൈ ആൻ ഇമ്പോർട്ടൻ്റ് ഓഫീസർ നോൺ ആസ് ഒലൈ നായകം. അപ്പോൾ ഈ രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾ അല്ലെങ്കിൽ രാജകൽപ്പനകൾ അല്ലെങ്കിൽ രാജ ഉത്തരവുകൾ അല്ലെങ്കിൽ ഓർഡറുകൾ അല്ലെങ്കിൽ ഡിക്രീസുകൾ തന്നല്ലോ, അത് സർക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിതരണം നടത്തിയിരുന്നത് ആരാണ്? മറ്റ് ഉദ്യോഗസ്ഥർക്കിടയിൽ വിതരണം നടത്തിയിരുന്നത് ഒരു സുപ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ്, ആ സുപ്രധാന ഉദ്യോഗസ്ഥൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് ഒലൈ നായകം എന്ന പേരിൽ ആണ് ആ സുപ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. An important feature of the Chola administration was a strong military system including the navy. അപ്പോൾ വളരെ സുപ്രധാനമായ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അവരുടെ ചോള ഭരണത്തിൻ്റെ വളരെ സുപ്രധാനമായ ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? വാസ് എ സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് ദ നാവി, അല്ലേ? അപ്പോൾ നാവികപ്പട ഉൾക്കൊള്ളുന്ന, നേവി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ശക്തമായ സൈനിക സംവിധാനം അല്ലെങ്കിൽ സ്ട്രോങ് മിലിറ്ററി സിസ്റ്റമായിരുന്നു ആരുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ചോള അഡ്മിനിസ്ട്രേഷൻ്റെ തന്നല്ലോ. നെക്സ്റ്റ്, ദ വില്ലേജ് ഓട്ടോണോമി, ഗ്രാമ സ്വയം ഭരണം, ഓട്ടോണോമി സ്വയം ഭരണം. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഡിക്രിയുടെ അല്ലെങ്കിൽ ഒരു ശാസനത്തിൻ്റെ ഒരു പാർട്ട്, ഒരു പോർഷനാണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ്റെ, ഉത്തരമേരൂർ ശാസനത്തിൻ്റെ എന്താണ് ഒരു ഏട് അല്ലെങ്കിൽ ഒരു പോർഷൻ. ഉത്തരമേരൂർ എന്ന് പറയുന്ന ഒരു ഡിക്രിയുടെ അല്ലെങ്കിൽ ഒരു ഓർഡറിൻ്റെ ഒരു പാർട്ടാണ് ആ ബോക്സിനകത്ത് തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. As per the decision taken by the Common Sabha at the meeting held at the Grama Sabha Mandiram, Chadurvedi Mangalam, Uttaramerur, it has been decided to elect representative to the various committees in accordance with the rules laid down by the Grama Sabha. അപ്പോൾ പൊതുസഭയിലെടുത്ത
തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കോമൺ സഭയിലെടുത്ത എന്താണ് ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ. എവിടെ വെച്ചാണ് ഈ ഡിസിഷൻ എടുത്ത അതിൻ്റെ യോഗം കൂടിയത്? മീറ്റിംഗ് എവിടെയാണ് ഹെൽഡ് ചെയ്തത്? യോഗം എവിടെയാണ് കൂടിയത്? ഗ്രാമസഭാ മന്ദിരത്തിൽ വെച്ചാണ് കൂടിയത്, അല്ലേ? അതെവിടെയാണ് ആ സ്ഥലം? അത് ചതുർവേദി മംഗലമാണ് സ്ഥലത്തിൻ്റെ പേരാണ്, അല്ലേ? എവിടെയാണത്? ഉത്തരമേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ച് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ്, അല്ലേ? എന്ത് ചെയ്യണം? ടു എലക്ട് റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. എവിടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്? ടു ദ വേരിയസ് കമ്മിറ്റീസ്, വ്യത്യസ്ത സമിതികളിലേക്ക് വേണ്ടി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇൻ അക്കോർഡൻസ് വിത്ത്, എന്തിൻ്റെ അടിസ്ഥാനം? ബേസ്ഡ് ഓൺ വിത്ത് ദ റൂൾസ് ലെയ്ഡ് ഡൗൺ ബൈ ദ ഗ്രാമസഭ, ഗ്രാമസഭയിൽ പറഞ്ഞ എന്താണ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഭരണരീതി, അല്ലേ? നേരത്തെ പറഞ്ഞു രാജശാസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡിക്രികളുടെ അല്ലെങ്കിൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടന്നിരുന്നത്? ചോള അഡ്മിനിസ്ട്രേഷൻ നടന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്ന ഒരു എന്താണ് ഇൻസ്ക്രിപ്ഷൻ്റെ അല്ലെങ്കിൽ ആ ഡിക്രിയുടെ ആ ഡിക്രി എന്ന പേരിലാണ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിക്രിയാണ്, ഓർഡറാണ്, അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സെപ്റ്റ് ഫ്രം ദ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ വില്ലേജ് ഓട്ടോണോമി വിച്ച് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ചോള അഡ്മിനിസ്ട്രേഷൻ, അല്ലേ? ചോള ഭരണത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സവിശേഷത, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ, അല്ലേ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്? വില്ലേജ് ഓട്ടോണോമി അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ സ്വയം ഭരണം. അതിനെക്കുറിച്ചുള്ള ഒരു എന്താണ് സ്മാൾ ഇൻഫർമേഷനാണ് നമുക്ക് ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബോക്സ് വായിച്ചാൽ മനസ്സിലാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സിലോട്ട് പോയതിന് ശേഷം ബാക്കിയിലോട്ട് വരാം. വേറൊരു ബോക്സ് പറഞ്ഞിരിക്കുന്നത് ചോളന്മാരെ കുറിച്ച്, ചോളാസ്, അല്ലേ? ചോളന്മാരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള വേർ ദ ഗ്രേറ്റസ്റ്റ് ചോള റൂളേഴ്സ്. അപ്പോൾ ചോള ഭരണാധികാരികളിൽ വെച്ച് വളരെ മഹത്തായ അല്ലെങ്കിൽ പ്രശസ്തരായ രണ്ട് ഭരണാധികാരികളായിരുന്നു ആർക്ക്? രാജരാജ ചോളയും അതുപോലെ തന്നെ രാജേന്ദ്ര ചോളയും. ദ ചോളാസ് ഡെവലപ്ഡ് എ സ്റ്റാൻഡിംഗ് ആർമി, നേവി ആൻഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡ്യൂറിങ് ദ ടൈം ഓഫ് ദെയർ റൂളേഴ്സ്. ഇപ്പോൾ ചോളന്മാരും അവരുടെ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ, ഡ്യൂറിങ് ദ ടൈം ഓഫ് ദെയർ റൂളേഴ്സ്, ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ എന്ത് വികസിപ്പിച്ചെടുത്തിരുന്നു? എ സ്റ്റാൻഡിംഗ് ആർമി, അല്ലേ? ഒരു സ്ഥിര സൈന്യം, സ്ഥിര നാവികസേന, അതുപോലെ തന്നെ എന്താണ് ഒരു സ്ഥിര ഭരണ സംവിധാനം. അത് അവർ അവരുടെ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ തന്നെ വികസിപ്പിച്ച് എടുത്തിരുന്നു. ദ ചോളാസ് ഡെവലപ്ഡ് എ സ്റ്റാൻഡിംഗ് ആർമി, നേവി ആൻഡ് ആൻ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ റൂളേഴ്സ്. The construction of the Rajarajeshwara temple at Tanjavur and the conquest of Sri Lanka were made during the period of Raja. അപ്പോൾ രാജരാജ ചോളൻ്റെ കാലഘട്ടത്തിലാണ് എന്തൊക്കെ നടന്നത്? ഒന്ന്, തഞ്ചാവൂരിൽ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് കൺസ്ട്രക്ട് ചെയ്ത ആ ക്ഷേത്രത്തിൻ്റെ ആ ടെമ്പിളിൻ്റെ പേരാണ് രാജരാജേശ്വര ടെമ്പിൾ. അതെവിടെയാണ് നിർമ്മിച്ചത്? തഞ്ചാവൂരിലാണ്. പിന്നെ എന്ത് ചെയ്തു? ശ്രീലങ്ക, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സിലോൺ, അതിനെ എന്ത് ചെയ്തത്? കോൺക്വസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കീഴടക്കിയതും ആരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു? രാജരാജ ചോളയുടെ ഭരണ കാലഘട്ടത്തിലായിരുന്നു. രാജേന്ദ്ര ചോള അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഗംഗൈക്കൊണ്ട ചോള ഇൻ കോമമറേഷൻ ഓഫ് ഹിസ് വിക്ടറി ഓഫ് ദി ജാഞ്ചസ് തന്നല്ലോ. അപ്പോൾ ഗംഗന്മാരുടെ അല്ലെങ്കിൽ ജാഞ്ചസിൻ്റെ മേൽ നേടിയ വിജയത്തിൻ്റെ അല്ലെങ്കിൽ വിക്ടറിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് അല്ലെങ്കിൽ കോമമറേഷനായിട്ട് നമ്മുടെ രാജേന്ദ്ര ചോള എന്ത് ചെയ്തു? ഒരു പദവി സ്വീകരിച്ചു. അഡോപ്റ്റ് എ ടൈറ്റിൽ, അല്ലേ? ഒരു പദവി ടൈറ്റിൽ എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. ആര്? രാജേന്ദ്ര ചോള. ആ പദവി എന്താണ്? ആ പൊസിഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ഗംഗൈക്കൊണ്ട
ചോള തന്നല്ലോ, ഗംഗൈ കൊണ്ട ചോള എന്ന് പറയുന്ന ടൈറ്റിലാണ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തത്, അഡോപ്റ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിൻ്റെ കോമമറേഷന് വേണ്ടിയിട്ടാണ്? എന്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്? ഹിസ് വിക്ടറി ഓവർ ദി ജാൻജസ് തന്നല്ലോ, ഗംഗന്മാരുടെ വിജയത്തിന്മേൽ ഒരു സ്മരണയ്ക്കാണ് അദ്ദേഹം ഈ പദവി സ്വീകരിച്ചിരുന്നത്. എങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് കണ്ടല്ലോ ഓഫ് ദി വില്ലേജ് ഓട്ടോണോമി ഓഫ് ദ ചോള പീരീഡ്. അപ്പോൾ ചോള ഭരണകാലത്തുണ്ടായ ഗ്രാമ സ്വയംഭരണത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തെല്ലാമായിരുന്നു? തന്നല്ല, ഫീച്ചേഴ്സ് ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ചോള പീരീഡ് എന്തൊക്കെയാണ്? For the sake of administration, the Chola kings divided the country into mandalams, valanads, nadus and kottams. അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട്, ഫോർ ദ സേക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ചോള രാജാക്കന്മാർ, ചോള കിങ്സ് അവരുടെ രാജ്യത്തിനെ വിഭജിച്ചിരുന്നു, ഡിവൈഡ് ചെയ്തിരുന്നു. എന്തൊക്കെ പേരിലാണ്? മണ്ഡലം, അതുപോലെ തന്നെ വളനാടുകൾ, അതുപോലെ തന്നെ നാടുകൾ, അതുപോലെ തന്നെ കൊട്ടംകൾ തന്നല്ലോ. ഇങ്ങനെ പല പോർഷനുകളായിട്ട് അല്ലെങ്കിൽ പ്രൊവിൻസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തിരുന്നു. എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോണമസ് വില്ലേജസ് ഫോംഡ് എ കോട്ടം. അപ്പോൾ ഈ കോട്ടംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ഓട്ടോണമസ് വില്ലേജസ് അല്ലെങ്കിൽ ഒരു കൂട്ടം സ്വയംഭരണ ഗ്രാമങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത്, കോട്ടം എന്ന് വിളിക്കുന്നത്. All the responsibilities and authorities relating to the administration of the villages were vested with the people of the villages. അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റികളും അതോറിറ്റികളും അല്ലേ, എല്ലാ ചുമതലകളും അതുപോലെ തന്നെ അധികാരങ്ങളും ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വില്ലേജുകളുടെ, ഈ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ഉണ്ടല്ലോ അല്ലേ, ആ ഗ്രൂപ്പ് ഓഫ് വില്ലേജസിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതല റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അധികാരങ്ങൾ അതോറിറ്റീസും ആരിൽ അധിഷ്ഠിതമായിരുന്നു, ആരിൽ വെസ്റ്റഡ് ആയിരുന്നു, ആരിൽ അധിഷ്ഠിതമായിരുന്നു? വിത്ത് ദ പീപ്പിൾ ഓഫ് ദ വില്ലേജസ്, ഗ്രാമത്തിലെ ജനങ്ങളിലായിരുന്നു അധിഷ്ഠിതമായിരുന്നത്. ടു കൗൺസിൽ നോൺ ആസ് ദ ഊർ ആൻഡ് സഭ ഫങ്ഷൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഗ്രാമഭരണ എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന രണ്ട് സഭകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൗൺസിലുകളാണ് അല്ലെങ്കിൽ കമ്മിറ്റികളാണ് എന്ന് പറയുന്നത് ഊർ, അതുപോലെ തന്നെ ഏതെന്ന് പറയുന്നത് സഭ എന്ന് പറയുന്ന രണ്ട് കമ്മിറ്റികൾ. ദ പീപ്പിൾ ഓഫ് ദി ഹോൾ വില്ലേജ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഊർ, whereas the Sabha was only a council of the Brahmins. തന്നല്ലോ. അപ്പോൾ ആ ഗ്രാമത്തിൽ, ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വില്ലേജസിലെ മൊത്തം ഗ്രാമീണരും ഓഫ് ദ ഹോൾ വില്ലേജസ് അല്ലേ. അപ്പോൾ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഏതിൽ ഉൾക്കൊണ്ടിരുന്നു? ഹൂർ എന്ന് പറയുന്ന സമിതിയിൽ ഉൾക്കൊണ്ടിരുന്നു. അതേസമയം സഭ എന്ന് പറയുന്ന സമിതിയിൽ കൗൺസിൽ ആരും മാത്രമായിരുന്നു? ആ കൗൺസിലിൽ അല്ലെങ്കിൽ ആ സമിതിയിൽ ബ്രാഹ്മിൻസ് മാത്രമായിരുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണർ മാത്രമായിരുന്നു അംഗങ്ങൾ എന്ന് പറയുന്നത്. ദീസ് കൗൺസിൽസ് അസംബിൾഡ് ഓൺ ദ പ്രിമിസസ് ഓഫ് ദി ടെമ്പിൾസ്. ഈ സമിതികൾ എവിടെയായിരുന്നു ഒത്തുചേർന്നിരുന്നത്? അമ്പലങ്ങളിലെ കെട്ടിടങ്ങളിലായിരുന്നു ഈ കൗൺസിൽ ചേർന്നിരുന്നത് അല്ലെങ്കിൽ ഈ സമിതികൾ ഒത്തുചേർന്നിരുന്നത്. അടുത്തതിന് നമുക്ക് നോക്കാനുള്ളത് സഭയുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി സഭ അല്ലേ, എന്താണ് സ്വഭാവ സവിശേഷതകൾ? ഒന്ന്, there were separate regulations for the functioning of the Sabha.
സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫങ്ഷന് വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു, സെപ്പറേറ്റ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രത്യേക നിയമങ്ങൾ നിലനിന്നിരുന്നു. അത് എന്താണ്, ഒന്നാമത്തെ സ്വഭാവ സവിശേഷതയാണ്. ഏതിൻ്റെയാണ്? സഭയുടെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷതയായിരുന്നു. നെക്സ്റ്റ് അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സഭ വാസ് ഡിവൈഡഡ് ഇൻറ്റു മെനി പഞ്ചായത്ത്സ് വിത്ത് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അപ്പോൾ സൗകര്യത്തിനായിട്ട് പ്രത്യേക ചുമതലകളുള്ള ധാരാളം പഞ്ചായത്തുകളായി ആരെ ഭാഗിച്ചിരുന്നു? സഭയെ ഭാഗിച്ചിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള, പ്രത്യേക ചുമതലകൾ ഉള്ള മെനി പഞ്ചായത്ത്സ്, പല പഞ്ചായത്തുകളായിട്ട് ആരെ ഡിവൈഡ് ചെയ്തിരുന്നു? സഭയെ ഡിവൈഡ് ചെയ്തിരുന്നു. The members of the panchayats were determined through both election and selection. തന്നല്ലോ. അപ്പോൾ നറുക്കെടുപ്പ്, സെലക്ഷൻ, അതുപോലെ എലക്ഷൻ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ്, ഇവയിലൂടെയാണ് എന്ത് നിശ്ചയിച്ചിരുന്നത്? പഞ്ചായത്തിലെ അംഗങ്ങളെ ഡിറ്റർമൈൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിശ്ചയിച്ചിരുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ദി പഞ്ചായത്തിലെ അംഗങ്ങളെ എങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്? വേർ ഡിറ്റർമൈൻഡ് ഏതിലൂടെയാണ്? ബോത്ത് സെലക്ഷൻ നറുക്കെടുപ്പിലൂടെയും അതുപോലെ തന്നെ എലക്ഷൻ തിരഞ്ഞെടുപ്പിലൂടെയും. ദ മെമ്പേഴ്സ് വെയർ, അടുത്ത ഫീച്ചറാണ് പറയുന്നത്, ദ മെമ്പേഴ്സ് വെയർ എലക്റ്റഡ് ആനുവലി, വർഷം തോറും അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തന്നല്ലോ. വൺ പേഴ്സൺ കുഡ് സെർവ് ആസ് ദ മെമ്പർ ഓഫ് ദി പഞ്ചായത്ത് ഫോർ എ മാക്സിമം ഓഫ് 3 കൺസിക്യൂട്ടീവ് ടേംസ്. തുടർച്ചയായി കൺസിക്യൂട്ടീവായിട്ട് പരമാവധി 3 വർഷങ്ങളിൽ മാത്രമേ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഒരു വ്യക്തി പഞ്ചായത്ത് അംഗമായിട്ട് തുടരണമെങ്കിൽ, സെർവ് ചെയ്യണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ, അപ്പോൾ 1 പേഴ്സൺ കൊണ്ട് സെർവ് ആസ് ദ മെമ്പർ ഓഫ് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗമായിട്ട് ഒരു വ്യക്തി സെർവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തുടരണമെങ്കിൽ പരമാവധി എത്ര വർഷം മാത്രമേ തുടരാൻ കഴിയുമായിരുന്നു? തുടർച്ചയായി പരമാവധി 3 വർഷമേ തുടരാൻ കഴിയുമായിരുന്നുള്ളൂ. Those who were accused of crimes such as bribery and theft were not given the chance to contest in the election. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ആർക്കൊക്കെയാണ്? കൈക്കൂലി, കളവ് തുടങ്ങിയ കുറ്റാരോപിതരായ വ്യക്തികൾക്ക് തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട്, മത്സരിക്കാനായിട്ട് അവസരമുണ്ടായിരുന്നില്ല. അപ്പം അക്യൂസ്ഡ് കുറ്റാരോപിതരിൽ എന്തെല്ലാം കുറ്റാരോപിതരാണ്? ക്രൈംസ് കുറ്റങ്ങളില്ല ആരോപിതരായ, ഏതിലെല്ലാം? ബ്രൈബറി, അതുപോലെ തന്നെ കൈക്കൂലി, തെഫ്റ്റ് അതുപോലെ കളവ്, അവരെയൊന്നും ഇതിൽ പിന്നീട് മത്സരിക്കാൻ അവസരം നൽകിയിരുന്നില്ല. ദ മെമ്പേഴ്സ് ഓഫ് ദി സഭ വെയർ കാൾഡ് പെരുമക്കൾ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി പഞ്ചായത്ത് വെയർ നോൺ ആസ് വാരിയ പെരുമക്കൾ. അപ്പോൾ സഭയിലെ അംഗങ്ങളെ വിളിച്ചിരുന്ന പേരാണ് പെരുമക്കളെന്നും, അതുപോലെ തന്നെ പഞ്ചായത്തിലെ അംഗങ്ങളെ വിളിച്ചിരുന്ന പേരാണ് വാരിയ പെരുമക്കൾ എന്നും. അപ്പോൾ all the responsibilities and powers relating to the administration of villages were vested in the സഭ. അപ്പോൾ എല്ലാ ചുമതലകളും അധികാരങ്ങളും എല്ലാ റെസ്പോൺസിബിലിറ്റീസും പവേഴ്സും എന്തുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ഓഫ് വില്ലേജസ് അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ചുമതലകളും ആരിലായിരുന്നു വെസ്റ്റ് ചെയ്യുന്നത്? ആരിലാണ് നിക്ഷിപ്തമായിരുന്നത്? സഭയിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സഭ? സഭയുടെ പവറുകൾ എന്തൊക്കെയാണ്? ഒന്ന്, റിസീവ് ലാൻഡ് ഫോർ ദ ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഭൂമി സ്വീകരിക്കുക. കളക്ട് ടാക്സ് ബൈ സർവേയിങ് ലാൻഡ്, ഭൂമി സർവേ ചെയ്ത് അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തി എന്ത് കളക്ട് ചെയ്യുക? ടാക്സ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ നികുതി പിരിക്കുക. അണ്ടർടേക്ക് പബ്ലിക് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ വെൽഫെയറിന് വേണ്ടിയിട്ട്
പബ്ലിക് വർക്കുകൾ അല്ലെങ്കിൽ മരാമത്ത് പണികൾ ഏറ്റെടുക്കുക, അണ്ടർടേക്ക് ചെയ്യുക. കീപ്പ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക. കണ്ടക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി വില്ലേജസ്, അപ്പോൾ വില്ലേജുകളുടെ നീതിന്യായ ഭരണം നിർവഹിക്കുക, അല്ലേ, ഗ്രാമങ്ങളുടെ നീതിന്യായ ഭരണം നിർവഹിക്കുക. ഇത്രയും പവേഴ്സാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ വില്ലേജസിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ പവേഴ്സ് ആരുടെ? സഭയുടെ ആണല്ലോ. അപ്പോൾ ഇതാണ് മേജർ പവേഴ്സ് ഓഫ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എന്താണ്? നോട്ട് കമ്പയറിങ് ദ വില്ലേജ് അതോറിറ്റി ഓഫ് ദ ചോളാസ് വിത്ത് ദാറ്റ് ഓഫ് ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓഫ് പ്രസൻറ്റ് കേരള. ഇപ്പോഴത്തെ ഗവൺമെൻറ് കേരളയുടെ റെസ്പോൺസിബിലിറ്റി ആ സമയത്തുള്ളതുമായിട്ട് ഏകദേശം എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉള്ള ഒന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വിജയനഗര എംപയറാണ്. അപ്പോൾ നമ്മളെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വളരെ നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക. പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു റഫ് ബുക്ക് കൈവശം വെച്ച് നോട്ടുകളും എന്ത് ചെയ്യുക? എഴുതി സൂക്ഷിക്കുക. ക്ലാസ് വീണ്ടും എന്ത് ചെയ്യുക? മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ക്ലാസ് കാണുക. അതിന് നമ്മൾ ടൈം അനുവദിച്ച് തരുന്നുണ്ട്. ഇനിയും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡൗട്ട് വാട്സാപ്പിലൂടെയോ നേരിട്ടോ ചോദിക്കണം. അതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.